നമസ്കാരം. ഈ പൊതു തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ ഫലം അറിയാനായിട്ട് നമ്മൾ ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ്. അതിൽ 20 മണ്ഡലങ്ങളിൽ അതിപ്രധാനമായിട്ടുള്ള ചില മണ്ഡലമുണ്ട്. വടകരയിൽ ആരായിരിക്കും ജയിക്കുക? ശൈലജ ടീച്ചറോ ഷാഫി പറമ്പിലോ? ഇതാണ് അറിയേണ്ടത്. അവിടെ ശക്തമായ ത്രികോണ മത്സരമൊന്നും വന്നിട്ടില്ല. ഇവർ തമ്മിലുള്ള മട്ടന്നൂർ MLA-യും പാലക്കാട് MLA-യും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടം, രണ്ട് മുന്നണികൾക്കും അഭിമാന പോരാട്ടമാണ്. അങ്ങനെയല്ലേ ശ്രീ ഗോപകുമാർ കാണുന്നത്? തീർച്ചയായിട്ടും അത് വളരെ അവർക്ക് മാത്രമല്ല, അവരുടെ പാർട്ടികൾക്കും അഭിമാന പോരാട്ടമാണ്. കാരണം അവർ രണ്ടുപേരും രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളുടെ പ്രതിനിധികളാണ്. അപ്പോൾ അവരുടെ പേഴ്സണലായ പരാജയം മാത്രമല്ല, അവരുടെ പാർട്ടികളുടെ പരാജയം കൂടിയായി അത് വരും എന്നുള്ളത് കൊണ്ട് തന്നെ വടകര ശ്രദ്ധേയമാണ്. പക്ഷേ വടകര മാത്രമല്ലല്ലോ, മറ്റ് 20 കോൺസ്റ്റിറ്റ്യുവൻസികളിൽ നിന്നും എന്തുകൊണ്ടാണ് വടകരയെ മാറ്റി നിർത്തി ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ വളരെ നിർഭാഗ്യകരമായൊരു കാര്യമാണ്. വടകരയിലെ രാഷ്ട്രീയ സംഘർഷമല്ല, അത് മതപരമായ സംഘർഷമായിട്ട് മാറുമെന്നാണ് ഭയക്കുന്നത്. അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശാസ്യമായ ഒന്നല്ല. നിരോധനാജ്ഞ ഇപ്പം അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഒരു വർഗീയ കലാപം ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ നമ്മളെന്താ തിരിച്ച് പുറകോട്ട് നടക്കുകയാണോ? 24 ജീവിക്കുന്ന നമ്മൾ വീണ്ടും 19-ാം നൂറ്റാണ്ടിലേക്ക് പോവുകയാണോ, അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിലേക്ക് പോവുകയാണോ? അത് വളരെ വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. പക്ഷെ പിന്നെ വടകരയുടെ ഒരു പ്രത്യേകത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, വടകര നേരത്തെ തന്നെ വളരെ കമ്മ്യൂണലായിട്ട് സെൻസിറ്റീവ് ഏരിയയാണ്. അത് പരിഹരിക്കുന്നതിന് പകരം അതിനെ കൂടുതൽ കമ്മ്യൂണലാക്കാനാണ് കോൺഗ്രസും CPM-ഉം BJP-യും ശ്രമിച്ചിട്ടുള്ളത്. ഈ 3 പേരും അതിനെ ഒന്ന് പാച്ചപ്പ് ചെയ്ത് പോകുന്നതിന് പകരം അകൽച്ച വർദ്ധിപ്പിക്കാനും ശത്രുത വർദ്ധിപ്പിക്കാനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് ആയിരുന്നു ആദ്യം ഈ NDF എന്ന് പറയുന്നത്, പിന്നാണത് നാഷണൽ ഡിഫൻസ് ഫോഴ്സ് ആയത്. അപ്പം നാദാപുരത്താണ് ഇതിൻ്റെ ഒരു തുടക്കം വരുന്നത്. അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അവിടെയാണ് വരുന്നത്. അത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഒന്ന് കുറ്റ്യാടി, പാനൂര്, നാദാപുരം, ഈ 3 സ്ഥലങ്ങൾ വളരെ സെൻസിറ്റീവാണ്. അവിടെ സംഘർഷം ഉണ്ടാകുമെന്നാണ് ഭയക്കുന്നത്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധമെടുത്ത് പരസ്പരം നിരപരാധികളായ ആളുകളെ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിനോട് ചേർന്ന് കേരളത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടാകുന്ന പറഞ്ഞാൽ നമുക്ക് പിന്നെ തലയുയർത്തി പിടിച്ച് നിൽക്കാനൊക്കും. ഈ രോഗത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഈ പിന്നെ ഇന്ത്യയുടെ മുന്നിൽ നമുക്ക് നിൽക്കാനൊക്കും കേരളത്തിന്. എനിക്ക് ഓർമ്മ വരുന്നത് ആലപ്പുഴയിൽ നിന്ന് ഒരു നബിദിനത്തിനല്ലേ തുടങ്ങിയത് ഒരു വർഗീയ ലഹള, അതിങ്ങി വന്ന് തിരുവനന്തപുരത്ത് ചാലക്കമ്പോളം കത്തിയതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വളരെ ലജ്ജ തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് ഇനി ഒരിക്കലും കേരളം പോകാൻ പാടില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ പോരാട്ടം ഉണ്ടാകണം, പക്ഷെ അത് വേറൊരു തരത്തിലാകാൻ പാടില്ല എന്നുള്ളതാണ്. അല്ല, രാഷ്ട്രീയത്തെ വർഗീയവൽക്കരിക്കുകയും ഒരു ഹ്രസ്വകാല നേട്ടം കണ്ടുകൊണ്ട് അതിൽ നിന്ന് നേട്ടം കൊയ്യാൻ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനം മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേരളം തന്നെ ചാലക്കമ്പോളം മാത്രമല്ല, മാറാട് കൂട്ടക്കൊലയോ, അതൊന്നും നമ്മൾ ആവർത്തിക്കാൻ സമ്മതിക്കരുത്. പക്ഷെ നിർഭാഗ്യവശാൽ മറ്റ് 20 കോൺസ്റ്റിറ്റ്യുവൻസികളിൽ നിന്ന് വ്യത്യസ്തമായി വടകര മാത്രം ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായി എങ്കിൽ, അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ടി വന്നു എങ്കിൽ ഈ 3 ദേശീയ പാർട്ടികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും തുല്യ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള. ഈ വടകര അങ്ങനെ ഇത്രയും ഒരു പ്രാധാന്യം എന്തുകൊണ്ടാണ് ഇത്തവണ വന്നെന്നുള്ളതാണ്. അത് 19-ല് പിന്നെ ജയരാജനെ പരാജയപ്പെടുത്തി മുരളീധരൻ കടന്നു പോവുകയും ചെയ്തു. അത് കേരളത്തിലൊരു UDF തരംഗമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഈ കത്തിക്കയറേണ്ട ഒരു കാര്യം വന്നത് എന്തുകൊണ്ടാണ്? ഷാഫി പറമ്പിലിനെ അവിടെ UDF ഇറക്കിയത് കൊണ്ടാണോ? അത് ഒരു പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, മുരളീധരനാണ് അവിടെ മത്സരിക്കാൻ ഉദ്ദേശിച്ചത്. ചുവരെഴുത്ത് വരെയൊക്കെ തുടങ്ങിയതാണ്. മുരളീധരൻ അല്ലെങ്കിൽ അദ്ദേഹം തോറ്റുപോയി, ഇനി അത് വേറെ കാര്യം. ഇപ്പോഴും ഷാഫി പറമ്പിൽ ജയിക്കുന്നൊന്നും കുറവൊന്നും പറയാനൊക്കത്തില്ല. സർവേകളൊക്കെ തന്നെ മനോരമയുടെ എങ്ങനെയാ പറയുന്നത് അറിയേണ്ടിയിരിക്കുന്നു നമുക്ക്. അതെ, മനോരമയുടെ ടോട്ടൽ എന്താ പറഞ്ഞെന്ന് നമുക്ക് നാളെ അറിയാം. അപ്പോൾ ഈ വടകരയുടെ ഒരു പ്രത്യേകത വന്നത്, വളരെ പെട്ടെന്ന് ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ്. ഷാഫി വലിയൊരു ഓളം സൃഷ്ടിച്ചോടെ. ഷാഫി ഒരു ഓളം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഷാഫി വന്ന് അത് പെട്ടെന്നത് ടേക്കപ്പ് ചെയ്ത് SDP ആണ്. അവർ നേരത്തെ തന്നെ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അവർ ലൈം ലൈറ്റിലേക്ക് വന്നു. വിഷയം ശൈലജ ടീച്ചർ എന്ന ഹിന്ദുവും ഷാഫി പറമ്പിൽ എന്ന മുസ്ലിമുമായിട്ടുള്ള ഒരു മത്സരമാക്കി ഇതിനെ മാറ്റി തീർത്തു.
അതാണ് ഏറ്റവും നിർഭാഗ്യകരമായൊരു കാര്യം. അതിനകത്ത് ആർക്കൊക്കെ പങ്കുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഇനി അന്വേഷിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അതിനകത്ത് എല്ലാവർക്കും പങ്കുണ്ട്. അതിനകത്ത് സംശയിക്കേണ്ട കാര്യം എന്താണ്? ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന CPM നേതാവ്, കോൺഗ്രസ് നേതാവും ഷാലിൽ ടീച്ചർ എന്ന് പറയുന്ന CPM നേതാവുമായിട്ടുള്ള ഒരു മത്സരമാണ് എങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. അതാണല്ലോ ആരോഗ്യകരമായ മത്സരം. പക്ഷേ പിന്നീട് വന്നതൊക്കെ പലതും ഏറ്റവും കൂടുതൽ ദുരുപയോഗപ്പെടുത്തുന്നത് സോഷ്യൽ മീഡിയയിലാണ്. അതിനകത്ത് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുക, അതിനെ ദുരുപയോഗപ്പെടുത്തുക, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും തുല്യ തരത്തിൽ ചെയ്യുന്നുള്ളതാണ്. പക്ഷെ അത് നമ്മുടെ പാർട്ടികളെ ഒരു നിരോധനാജ്ഞ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല. ഈ പാർട്ടികൾ തീർച്ചയായിട്ടും ആത്മപരിശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ വടകരയിൽ നടക്കുന്ന ഇന്നത്തെ സംഘർഷം. നാളെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും അവിടെയും പിന്നെയും ഈ ഒരു വലിയ സംഘർഷാവസ്ഥയായിരുന്നു. അതെ, അല്ല ഈ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും ചെറിയൊരു സ്പാർക്ക് വലിയ സ്ഫോടനം ഉണ്ടാക്കുന്ന വിധത്തിൽ മാറുകയാണെങ്കിൽ വലിയ നമുക്ക് പ്രവചനാതീതമായി മാറും ഈ കേരള രാഷ്ട്രീയം. ഇതിനകത്ത് ഈ വടകര ഇവർക്കൊരു തിരിച്ചു പിടിക്കണമെന്നുള്ളൊരിത് വരുന്നത് പലതരത്തിലാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് വടകര നിയമസഭാ മണ്ഡലം KK രമയാണ്. ഈ RMB അവിടെ വലിയ നിർണായകമായി മാറി വളർന്നു വരുന്നു. പിന്നെ TP ചന്ദ്രശേഖരനിലൂടെ തന്നെ അന്ന് തുടങ്ങിയ ആ സമയം തന്നെ RMB രൂപീകരിക്കപ്പെട്ട ആ സമയം തന്നെ 25,000 വോട്ടങ്ങ് മാറി. ഈ 25,000 വോട്ടെന്ന് പറയുന്നതും CPM-ന്റെ വോട്ടാണ്. ഇതിവർക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത്. പിന്നെ 2021 KK രമ ജയിച്ച് നിയമസഭയിൽ വന്നത് TP ചന്ദ്രശേഖരൻ്റെ ചിത്രമടങ്ങിയ ബാഡ്ജ് കുത്തിക്കൊണ്ടാണ്. ഇതൊക്കെ പിണറായിയുടെ നെഞ്ചത്ത് കുത്തിക്കയറുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പകരം വീട്ടലിലേക്ക് പോകണമെന്ന് വലിയൊരു വാശിയാണെന്ന് തോന്നുന്നു. അല്ല, ഇപ്പോൾ TP ചന്ദ്രശേഖരൻ്റെ വിഷയം കുറച്ചുകൂടെ രാഷ്ട്രീയമാണല്ലോ. അതിനകത്ത് അത് ഒരു പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത ഒരാളെന്നുള്ള നിലയിലാണ് TP ചന്ദ്രശേഖരൻ അവിടെ ഒരു അംഗീകാരം കിട്ടിയതും ഈ വോട്ടൊക്കെ അദ്ദേഹത്തിന് മാറ്റാൻ കഴിഞ്ഞു. വടകര CPM-ന്റെ വലിയൊരു ശക്തി കേന്ദ്രമായിരുന്നു, ഒരു കോട്ടയായിരുന്നു. അത് ദുർബലമായി. ഇപ്പം CPM-ന് അങ്ങനെ കോട്ടയം അത് 2009 മുതലാണെന്ന് തോന്നുന്നു. മുല്ലപ്പള്ളി ഇത് അത് ഇപ്പൊ തന്നെ വന്നെന്ന് പറഞ്ഞാല് പിന്നെ കാസർഗോഡ് CPM-ന്റെ കോട്ടയായിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ എല്ലായിടത്തും തോറ്റു പോകുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ ചെന്ന് വിജയിച്ചു. അപ്പം പക്ഷേ പിന്നീട് അത് കോൺഗ്രസിലേക്ക് പോയി. ഇത്തവണ രാജ്മോഹന് സംശയമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരിടത്തും പ്രവചനത്തിൽ അതൊന്നും പരാജയം പറയുന്നുമില്ല. ഇല്ല, രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ പോയിട്ടുണ്ട്. ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ താമസം തന്നെ അങ്ങ് മാറി. അല്ല, അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങൾ മാറി. പിന്നെ ഒരു കുറിയൊക്കെ മാറ്റി ഗണപതി അത് അദ്ദേഹം മാറ്റിട്ട് അദ്ദേഹം ഉച്ചിയിലാ തൊടുന്നതെന്നാണ്. ഉച്ചിയിൽ പ്രസാദം തൊടുന്ന ആദ്യത്തെ ഭക്തനായിരിക്കും ഉണ്ണിത്താൻ. ഉണ്ണിത്താൻ അതിന്റെ പേര് വേണ്ട ഗിന്നസ് ബുക്കിലും വരാം. എന്ന് പറഞ്ഞാല് ജയിക്കാൻ വേണ്ടി അടവും നയവും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് അത്രമാത്രം അധപ്പതിക്കുന്ന ഒരു ഉദാഹരണത്തിന് K. കരുണാകരൻ പാണക്കാട് തങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ സംസാരം അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം നേരെ ഗുരുവായൂർ അമ്പലത്തേക്ക് പോകും. ഒന്നാം തീയതി കരുണാകരൻ ഗുരുവായൂർ പോയി തൊഴുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അത് മുടക്കമില്ല. ഒരിക്കലും ഡൽഹിയിലായിരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി അത് ഒരു വലിയ മീറ്റിംഗിലൊക്കെയാണ് പങ്കെടുക്കാൻ. ഇന്ദിരാഗാന്ധി പ്രത്യേക സൗകര്യം ചെയ്ത് കൊടുത്തെന്നാണ് പറയുന്നത്. ഫ്ലൈറ്റ് കൊടുത്തു. പ്രത്യേക ഫ്ലൈറ്റ് കൊടുത്തു. ഒന്നാം തീയതി ഇവിടെ വന്ന് തൊഴാൻ. അല്ല, അതൊക്കെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും അതിനെ അതിജീവിക്കാൻ കരുണാകരന് കഴിയും. പക്ഷെ പാണക്കാട് തങ്ങളും കരുണാകരനും തമ്മിലുള്ള വ്യക്തിബന്ധത്തിനെ അതൊന്നും ഒലച്ച കാര്യമല്ല. പിന്നെ ഉണ്ണിത്താൻ അത് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഉണ്ണിത്താൻ അത് അങ്ങനെ ചെയ്താലേ ജയിക്കൂ എന്നുണ്ടെങ്കിൽ അതൊരു നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അത് ആ ഒരു ജയം ജനാധിപത്യപരമായ ഒരു ജയമല്ല, അത് വർഗീയമായ ഒരു ജയം മാത്രമാണ്. അപ്പൊ ഇതിന്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ വടകരയും കാണുന്നത്. അപ്പോൾ വടകര പാർട്ടികളെ ആത്മപരിശോധന ചെയ്യാനും സ്വയം തിരുത്താനും, അത് ആത്മപരിശോധന എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്വയം വികസനപരമായി കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയണം. പിന്നെ ഈ ഷാഫിക്ക് വേണ്ടി അവിടെ ലീഗാണ് മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തിയെന്നാണ് അറിയുന്നത്. അതായത് മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ മുഴുവൻ ലീഗായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, CPM-കാർ റിയാസിനെ അവിടെ ഇറക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് തന്നെ ഒരു മോശം മെസ്സേജ്. കാരണം ലീഗ് ഘടകകക്ഷി എന്നുള്ള നിലയിൽ ചെയ്യുന്നില്ല. പക്ഷെ ലീഗിനേക്കാൾ കൂടുതൽ പ്രശ്നം ഉണ്ടായത് ഈ പിന്നെ SDPIയുടെ നേതൃത്വമാണ്. SDPIയുടെ പ്രാദേശിക നേതാക്കന്മാര് പെട്ടെന്ന് ഷാഫി അങ്ങ് സ്പോൺസർ ചെയ്തു. അപ്പോഴത്തേക്ക് തന്നെ അതിനൊരു വർഗീയതയുടെ നിറം വന്നു. ലീഗ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ലീഗ് എടുത്തു എന്ന് പറഞ്ഞാൽ അത്രയൊന്നും ഒരു പ്രശ്നം കേരളത്തിലെ പൊതുസമൂഹം ലീഗിനെ അക്സെപ്റ്റ് ചെയ്തതാണ്. ആ പൊതുസമൂഹത്തിന്റെ അക്സെപ്റ്റൻസ് SDPIക്ക് ഇല്ല. അപ്പോൾ ലീഗ് അത് വന്നു കഴിഞ്ഞപ്പോൾ SDPI
ഇതിനെയൊക്കെ ഹൈജാക്ക് ചെയ്ത് ആ പ്രചരണം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ പ്രചരണമൊക്കെ കുറച്ച് കമ്മ്യൂണലായിട്ട് മാറി. അതിനെ അപ്പുറത്ത് ശൈലജ ടീച്ചറും അത്തരത്തിൽ, അല്ലെങ്കിൽ CPM-ഉം ജാതീയമായി വോട്ട് പിടിച്ചു എന്നാണ് അവസാനം മനസ്സിലാക്കുന്നത്. കാരണം അവിടോട്ട് പോളറൈസേഷൻ പോയാൽ ഇപ്പുറത്ത് കമ്മ്യൂണൽ പോളറൈസേഷൻ വേണമെങ്കിൽ അവർ അതും ശ്രമിച്ചു നോക്കി. പണ്ട് തലശ്ശേരി കലാപമൊക്കെ ഉണ്ടായ സ്ഥലമാണ്. നമ്മളത് ഈ മലബാർ മേഖല എന്ന് പറയുമ്പം 921 മാപ്പിള ലഹള നമുക്ക് ആ ഒരു മേഖല, മലബാർ മേഖല വ്യാപകമായി പറഞ്ഞാൽ അതിനാണല്ലോ മലബാർ സ്പെഷ്യൽ പോലീസ് MSP ഒക്കെ ഉണ്ടായത് ഈ കലാപത്തോടെ ചേർന്നുണ്ടായത്. അപ്പോൾ സെൻസിറ്റീവായ ഒരു സ്ഥലത്ത് നോർത്ത് ഇന്ത്യയിലെ പോലെ വർഗീയ കലാപം വരാൻ രാഷ്ട്രീയ പാർട്ടികൾ അനുവദിക്കരുത്. അതിൻ്റെ ഒരു തുടക്കമായി വടകരയെ മാറ്റരുത്. പക്ഷേ എന്തായാലും ശരി, വടകര സ്ഥിതി സ്ഫോടനാത്മകമായി മാറുന്നത് കൊണ്ടാണല്ലോ കേരളത്തിലെ ഏക കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വടകര മാത്രമായി ഒരു നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശരിയായ ഒരു നല്ല ദിശയിലേക്ക് പോകുന്ന ഒരു രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് വടകരയിൽ നിന്ന് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വടകരയിൽ തുടങ്ങാൻ പാർട്ടികൾ തയ്യാറാകണം. 3 രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ ഒരു തുടക്കം കുറിക്കാൻ, വടകരയിൽ നിന്ന് തുടക്കം കുറിക്കാൻ തയ്യാറാകണം.